ബോൾഡ് ലേഡി അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത്. ഇത്രേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് ഇതിന്റെ തുടക്കം മാത്രം. എനിക്കിവരെ ആരെയും തെറി പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ എങ്കിലും പ്രേക്ഷകരെ ഈ തരത്തിലുള്ള പരിപാടി കാണിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സഭ്യതയുടെ അതിർവരമ്പ് എന്നുള്ള സാധനം ഉണ്ടോ? ഉണ്ട്. ഞാൻ പറയുന്നു ഉണ്ട്. സംടൈംസ്. പക്ഷെ നമുക്ക് ഒരു വ്യക്തിക്കും ആ ഒരു സംഭവം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് ആ ഒരു സാഹചര്യത്തിന് ചുറ്റിപ്പറ്റി നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ചില സമയത്ത് നമ്മൾ പൊട്ടും. പക്ഷേ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് എന്തു തന്നെ ആയിരുന്നാലും സംസാരിക്കുന്നതിനകത്തും എല്ലാത്തിനകത്തും ഒരു പരിധി, സഭ്യത എന്നുള്ളൊരു കാര്യം നിലനിർത്തിയാണ് പോവേണ്ടത്. അതാണ് മാന്യത. മാന്യത ആരും അവാർഡ് തരാനുള്ളതല്ല, നമ്മളോട് കാണിക്കുന്ന സെൽഫ് റെസ്പെക്റ്റാണ്. പറഞ്ഞു വരുന്നത് രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ടില്ലാത്ത സമയങ്ങളിൽ അത്രയും ഇവിടെ കത്തിപ്പുകഞ്ഞ് ആളിക്കത്തിയ രീതിയിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ പൊടിതട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പോൾ വീണ്ടും വെറുപ്പ് വാരി തട്ടുന്നതിനൊപ്പം മറ്റൊരാളും കൂടെ രേണു സുധിയെക്കുറിച്ച് പറഞ്ഞ് ഏറെ പോയിരിക്കുകയാണ്. അത് രേണു സുധിയുടെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള വാക്കൗട്ട് ഫ്രം ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വന്നൊരു സംഭവം. അപ്പോൾ അതിൻ്റെ ആങ്കർ ശാരിക പുള്ളിക്കാരത്തിയാണ് ഇപ്പം നിലവിൽ എയറിലേക്ക് പോയിരിക്കുന്നത്. രേണു സുധിയോട് വളരെ മോശമായ വർത്തമാനം പറഞ്ഞു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വളരെ മോശമായ ഒരു ആങ്കറിംഗ് ആണ് എന്നുള്ള രീതിയിലാണ്. ആങ്കറിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. പല ആങ്കേഴ്സും പലരും മറ്റേ കൊഞ്ചിക്കഴിഞ്ഞ് ചുറ്റുടു അറ്റൊരു കുഞ്ഞുടു അച്ചുവിട്ടു അയ്യോ ഈ ക്യൂട്ട്നെസ് വാരി മെഴുകുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ഇച്ചിരി വളരെ ബോൾഡായിട്ട് ഈ ഒരു കാര്യമൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ആൾക്കാഴ്സൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇൻ്റർവ്യൂസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ അധികം നല്ല ആങ്കേഴ്സൊക്കെ ഉണ്ട് മലയാളത്തിൽ. ഈ ശാരിക എന്ന് പറയുന്നൊരു പുള്ളിക്കാരത്തിയുടെ ഒരു പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടപ്പോൾ മനസ്സിലായത്, അവർ ശരിക്കും പറഞ്ഞാൽ അവർ കാണിക്കുന്നത് ഒരു റിയൽ അല്ല. അത് അവരുടെ ആ ഒരു വർത്തമാനത്തിനും ഒക്കെ കാണാൻ കഴിയും. അതായത് കമ്പനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, ആ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് അതിനകത്തുള്ള ഒരു സംഭവത്തിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടുന്ന രീതിയിൽ, ആൾക്കാരെ അഗ്രസീവ് ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് തെറി വിളിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ഡിബേറ്റ്സിലെ കാണുന്നത് പോലെ. അപ്പോൾ അവരുടെ ചാനലിലൂടെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് രേണു സുധിയോട് ചോദ്യങ്ങളെ കുറിച്ച് നോക്കാം, ഒന്നൊന്നായിട്ട് നോക്കാം. തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണു സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു, ഇത് ശരിയാവും, കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും അറിയാലോ ഇതിന്റെ ഷോ എന്താണ്, രേണു സുധി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. കൃത്യസമയത്ത് രേണു സുധി എത്തി, മറ്റു ഗസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഞാനൊരു കാര്യം പറയാം. നമ്മളെ ഈ വീഡിയോസ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന രീതിയിൽ കാണുന്ന ബഹുഭൂരിപക്ഷം ഇൻ്റർവ്യൂസും അതിനകത്ത് കോൺട്രവേഴ്സ്യലായിട്ടുള്ള തമ്പനയിലിനകത്ത് കോൺട്രവേഴ്സി എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ദാറ്റ്സ് അബ്സല്യൂട്ട്ലി 100% പ്ലാൻഡ്. ഞാനിത് ഇന്നലെയും പറയാൻ തുടങ്ങിയാൽ മുമ്പേ പറയുന്നൊരു കാര്യമാണ്. ഒരിക്കലും ഇവർ ആ സമയത്ത് വന്നിട്ട് ഇവരുടെ യുക്തിക്കനുസരിച്ച് ചോദിക്കുന്നു, അവരെല്ലാം ഞാനിതാ പറിച്ചിട്ട് പോകുന്നു, ഇതാ നിൻ്റെ മൈക്ക്, എനിക്ക് വേണ്ട, ഞാൻ ഇറങ്ങിപ്പോകുന്നു, വാക്കൗട്ട്. സത്യം പറയാമല്ലോ, ഇതൊക്കെ പ്ലാൻഡാണ്. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം തന്നെ തുടക്കത്തിൽ ആ ഒരു വീഡിയോ, ഇപ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു വ്യക്തി വന്നു, ആ വ്യക്തിക്ക് അനിഷ്ടകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം ഇത് കട്ട് ചെയ്യണം കേട്ടോ, വേണ്ട, അപ്ലോഡ് ചെയ്യേണ്ട. എന്നാൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചിട്ട് നിങ്ങൾ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച് നോക്കൂ. അത് സത്യം പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടി അവർ നമ്മളെ പ്രാങ്ക് ചെയ്യുന്നതാണ്, പബ്ലിക്കിനെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഈ പ്രസ്തുത ശാരികയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് റിക്വസ്റ്റ് മാത്രമാണ് കേട്ടോ. എനിക്കിപ്പോൾ നിങ്ങൾ ഇത് എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാനുള്ള കാര്യം, ആർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനകത്ത് ഒരു പരിമിതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം റീച്ച് കിട്ടും. സത്യമാണ്, കോൺട്രവേഴ്സി തന്നെയാണ്, കോൺട്രവേഴ്സിയൽ ടോപ്പിക്സിനാണ് ഈ യൂട്യൂബ് പോലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കോൺട്രവേഴ്സിയെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അത് കാണുന്ന സാധാരണ ജനങ്ങൾ വിഡ്ഢികളാക്കപ്പെടുകയാണ്. അവരാക്കപ്പെടുകയാണെങ്കിൽ പോലും അവരോടൊരു മിനിമം അവരത്രയും മണ്ടന്മാരാക്കണോ എന്നൊരു ചിന്ത നിങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്, ഉള്ളിൽ നിന്നുള്ള റിക്വസ്റ്റാണ്. ഒരിക്കലും നിങ്ങൾ ഏറ്റെടുക്കണമെന്നില്ല, ഞാനത് പറയുന്നത് മാത്രം. കാരണം
ഈ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് രണ്ടാമത് വന്ന് പറയേണ്ടി വന്ന സാഹചര്യം, നിങ്ങൾ ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു, അവരും നിങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പോൾ രേണുസുധിയും നിങ്ങളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു കൂട്ടുകച്ചവടം നടത്തിയിട്ട് പബ്ലിക്കിനെ ഒരുമാതിരി മണ്ടന്മാരാക്കിയിട്ട് അതിനുശേഷം നിങ്ങൾക്കും കൂടെ കുറേ തെറി കിട്ടിയതിന് ശേഷം വന്നിരുന്നിട്ട് അത് ഈ ഒരു മെഴുകൽ അത്രത്തോളം ന്യായമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ആത്മപരിശോധന നടത്തണം എന്നുള്ള കാര്യമാണ്. രേണുസുധിയോട് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് സപ്പോർട്ട് ചെയ്തത് നിങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കൂ, നിങ്ങളെ മറ്റൊരു മനുഷ്യരെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടി അതത്ര നല്ലതുമല്ല. അപ്പം നിങ്ങളും ഇവരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നിട്ട് പബ്ലിക്കിനെ ഒരുമാതിരി മണ്ടന്മാരാക്കി വിഡ്ഢികളാക്കി അവരെ വെച്ചുകൊണ്ട് മുതലെടുത്തുകൊണ്ട് ഒരു വളർച്ചയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അത് 99% വീഡിയോസിൻ്റെ അത് ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ്. നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർക്കൊപ്പം നിങ്ങൾ കൂടരുതെന്നുള്ളത്. ആ ഒരു കാര്യമാണ് ഇവിടെ തെറ്റിക്കപ്പെട്ടതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നു. നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളോട് മോശമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ അനുമതി കൊടുത്തതിന് ശേഷം ആ സ്ത്രീ ചോദിക്കുന്നു, ആ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു, അത് പബ്ലിക്കിലേക്ക് വരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകുന്നു, ഈ സ്ത്രീക്ക് തെറിവിളി കേൾക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോഴും ഇവിടെ അറിയുന്നത് നിങ്ങളും ഈ പറയുന്ന എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു കൂട്ടുകച്ചവടം പരിപാടിയാണെന്നുള്ളത്. ഇത് കേട്ടിട്ട് ദയവായി രേണുസുധി ആരും തെറി വിളിക്കാതിരിക്കുക. എനിക്ക് റിക്വസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് അവർക്ക് തെറിവിളി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള യാതൊരു താല്പര്യവും എനിക്കില്ല. ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുധി മൈൽസ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുധി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു. വളരെ സന്തോഷമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുധിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിന് മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. തീർച്ചയായും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ചത്. ഓക്കെ, ഗോതയിലേക്ക് ഇറങ്ങുന്നത് കെട്ടിപ്പിടിച്ചിട്ടാണ്, ഉമ്മ കൊടുത്തിട്ടാണ്, മറ്റേ ആശ്ലേഷിച്ചിട്ടാണ്, എല്ലാം ആണ്. ഗോതയിൽ നിന്ന് ഇറങ്ങുന്നതും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം എന്താണ് പ്രോഡക്റ്റ്? നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് എന്താണ്? നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സമൂഹത്തിന് അല്ലെങ്കിൽ ഇത് കാണുന്ന വ്യൂവേഴ്സിനെ മൊത്തം ആട്ടാപ്പാട്ടെല്ലാം മൂഞ്ചിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മുമ്പിലേക്ക് അവരെ മൊത്തത്തിൽ മണ്ടന്മാരാക്കിക്കൊണ്ട് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി കാണിച്ചിട്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കമ്പനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി മറ്റേ പബ്ലിക്കിന്റെ മൊത്തത്തിൽ ഇങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് അല്ലെങ്കിൽ അവരെ നിങ്ങൾ മണ്ടന്മാരാക്കി, മണ്ട ശിരോമണികളാക്കി. അങ്ങനെ മണ്ട ശിരോമണികളാക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുമോ? ഏത് അർത്ഥതലം കൊണ്ട് ന്യായീകരിക്കും? ഏത് സാഹചര്യം കൊണ്ട് ന്യായീകരിക്കും? പല മനുഷ്യന്മാരും പല രീതിയിലാണ് ഓരോ വിഷയങ്ങളെ കാണുന്നത്. ഇപ്പോൾ രേണുസുധിയെ ഒരുപാട് തെറി കേൾക്കുന്നു, സൈബർ ബുള്ളി ചെയ്യുന്നു. അതിനെതിരെ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ ജീവിതമാണ്, അവർ ജീവിച്ചു തീർക്കണം. അല്ലാതെ കൊല്ലസുധി മരണപ്പെട്ടു, ആ വിധവയായതുകൊണ്ട് കരഞ്ഞു തീർക്കണമെന്നോ വീട്ടിൻ്റെ അകത്തിരിക്കണമെന്നോ അടുക്കളയ്ക്കകത്ത് ജീവിതം തീർക്കണമെന്നോ ആരും പറയുന്നില്ല. കുറച്ചധികം പേര് പറയുന്നുണ്ടാവാം. എങ്കിലും ഈ ഒരു കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ഇത്രയും ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയോട് എങ്ങനെ യോജിക്കാൻ കഴിയും? അതൊരു പ്ലാൻഡ് സ്ക്രിപ്റ്റ് പരിപാടിയാണെന്നാണ് നിങ്ങളിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ രേണുസുധി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താ രേണുസുധി, റീച്ചാണോ പ്രശ്നം? റീച്ച് നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങളെ ഈ നെഗറ്റീവ് ഓർ പോസിറ്റീവ് നിങ്ങൾ ഇന്ന് വളർത്തിവിടുന്നില്ലേ ജനങ്ങൾ? നിങ്ങൾ അവരോട് അല്പമെങ്കിലും ഒരു ഇത് പെരുമാറണം. എവിടെ കൂടെ പോകുന്ന എല്ലാ ഏണിയും വള്ളിയും എല്ലാം ഞാൻ ഏറ്റുപിടിച്ചു കൊള്ളാം, ഏറ്റുപിടിച്ചതിന് ശേഷം എന്നെ എല്ലാവരും ഇതൊക്കെ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൻ്റെ അകത്ത് നിങ്ങളും കൂടെ ചേർന്നുകൊണ്ട് സ്ക്രിപ്റ്റഡ് പരിപാടി കാണിച്ചിട്ട് ജനങ്ങളോട് ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതം. ഒരു വ്യക്തിയുടെ ജീവിതം അയാൾ തന്നെ ഡിസൈഡ് ചെയ്യണം. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നും അത് തന്നെ പറയും. ഒരു വിധവയായതുകൊണ്ട് അവർ എന്നും കരഞ്ഞു തീർക്കണമെന്നില്ല. ഒരു വിധവയായതുകൊണ്ട് വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണമെന്നില്ല. സതി പണ്ടേ നിർത്തലാക്കിയതാണ്. ഇനി രേണുസുധി മരണപ്പെട്ടു, അതിനുശേഷം സുധി ജീവിച്ചിരിപ്പുണ്ട്. കൊല്ലസുധിയെ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ? നിങ്ങൾ രേണുസുധിയുടെ ഭർത്താവല്ലേ, അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടുണ്ടോ എന്നാരും ചോദിക്കത്തില്ല. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പാട്രിയാർക്കിയുടെ ഒരു ചെറുതല്ല വലുത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഓക്കെ, ബാക്കി കേൾക്കാം. ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായാലും രേണുസുധിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ രേണുസുധി ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ്, പ്രൊഡക്ഷൻ ടീം ഹാപ്പിയാണ്, വീഡിയോ റീച്ചായി, എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ ആരാ ഹാപ്പി അല്ലാത്തത്? മണ്ടന്മാരാക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ എന്നും എല്ലാവരും വിട്ടികളാക്കിക്കൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ചരിത്രം അത് ഇതിനു മുൻപും പല കോൺട്രവേഴ്സി ഉണ്ടാക്കി വളർന്നു കയറി വന്ന പല ആൾക്കാരുടെയും വൻ മരങ്ങൾ
കട പുഴകി അങ്ങ് ആട്ടപ്പടലം നശിച്ചു പോയ ചരിത്രമുണ്ട്. പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു അതൊന്നും തോന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് കുഴപ്പം പ്രേക്ഷകർക്കോ? എൻ്റെ പൊന്ന് ശാരിക മാഡം, നിങ്ങൾ ഇന്ന് ഈ കാറിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുന്ന നിങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സോ മറ്റുള്ള വിവിധ ചാനലുകളിലോ ഒക്കെ പോയി സംസാരിക്കുമ്പോൾ ഒരു ആങ്കർ എന്നുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഡിബേറ്റോ ഡിസ്കഷൻസും മറ്റുള്ള പല പരിപാടികളും കാണിക്കുമ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെയും ടി വിയിലൂടെയും മറ്റു പല സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ രാത്രി പകലെന്നില്ല വ്യത്യാസമില്ലാതെ കാണുന്ന ആ പ്രേക്ഷകരെയാണോ നിങ്ങളിത് പറയുന്നത്? അവരെങ്ങനെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ പണം മുടക്കിയ ആൾ ഹാപ്പി, പണം കിട്ടിയ രേണുസുതി ഹാപ്പി, അതിനകത്ത് നിങ്ങളുടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടുകച്ചവടം നടത്തി അതിനകത്ത് നിങ്ങളെല്ലാവരും ഹാപ്പി. അപ്പം നിലപാടില്ലാത്ത പ്രേക്ഷകരോ? അപ്പം നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? ഒരു വ്യക്തിയെ പോർട്രേ ചെയ്യുമ്പോൾ ഏറ്റവും മോശപ്പെട്ട വാക്കുകളും പദപ്രയോഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഏറ്റവും മോശം എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ അരഗൻ്റായിട്ട് നിങ്ങൾ ഡീൽ ചെയ്തിട്ട് അത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ പ്രേക്ഷകരാണോ മോശക്കാർ? വാട്ട് ദ ഹെൽ ഈസ് ദിസ്? എന്താണിത്? 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. അത് ഏതാണ്ട് 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ ശരി, 9 ലക്ഷം പേരാണ് കണ്ടത്. അതിൻ്റെ തമ്മിൽ നമുക്ക് വായിക്കാം. രേണുസുതിക്ക് ആരും വീട് വെച്ച് തന്നിട്ടില്ല, സുധിയുടെ മക്കൾക്കാണ്. അതിനടുത്ത് എന്താണ്? സുധിച്ചേട്ടൻ ദുബായി പോയതല്ല, മരിച്ചു പോയതിൻ്റെ പിറ്റേന്നോ മരിച്ചു പോയതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ സംതിങ്, അതായത് അവിടെ ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല. സോ ഇതാണ് ആ ഒരു തരത്തിലേക്കാണ് സംഭവം. രേണുസുതി വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചിട്ടുള്ള സംഭവം. ഓക്കെ, ബാക്കി 1000 പേരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. രേണുസുതിയെ ഭയങ്കരമായിട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് ബിക്കോസ് അവരത് ഡിസർവ് ചെയ്യുന്നുണ്ട്. എന്നിലൂടെയെങ്കിലും രേണുസുതി, അതായത് ഇന്റർവ്യൂവിന്റെ തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസുതി ഇപ്പോൾ വലിയ നല്ലതാണ്, രേണുസുതി നേരത്തെ നല്ലത് തന്നെയാണ്, രേണുസുതി മോശക്കാരി അല്ലായിരുന്നു, പക്ഷെ അവരെ ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയുടെയും അവരോടൊപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രേണുസുതി രണ്ടാമത് കിട്ടിക്കാൻ നടക്കുന്നു. ആ രേണുസുതിയുടെ മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7000 പേര് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ 2 പറയണമല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്. അപ്പൊ ഇത്രേന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാരെ 10, 2000, 3000 കമന്റ് വന്നു. പക്ഷെ അതിന് ഇരട്ടി എനിക്ക് കിട്ടി. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട് അതിനെനിക്ക് മറുപടി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് മൈത്രേനെ ഒരുപാട് പേര് നേരത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ആരാധകരുണ്ട്, അതായത് ഷോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ രേണുസുതിയെ ഈ 100 പേര് തെറി പറഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 99.5% ആൾക്കാർ അവർ തെറി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. രേണുസുതിക്ക് നാണമില്ലേ? എന്തില്ല പ്രായമായ അമ്മച്ചിമാർ വരെ അവരെ റെക്കോർഡിംഗ്സ് വരെ കേൾക്കാം നമുക്ക്. മൊബൈൽ റീചാർജ് ചെയ്തിട്ട് ഈ കാണുന്ന ഇവരുടെ കോപ്രായങ്ങളാണെന്ന് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. അപ്പോ ഇങ്ങനെ അവർക്ക് സ്ഥലം കൊടുത്തോർക്ക് ലജ്ജ തോന്നുന്നു. അങ്ങനെ പലവരും പല അലിഗേഷൻസും പറയുന്നു. അവരെല്ലാവരും ഇപ്പൊ മൊബൈൽ റീചാർജ് ചെയ്ത് വന്നിരുന്ന് എന്നെ തെറി വിളിക്കുന്നു. ഉൾക്കൊണ്ടോ നിങ്ങൾക്ക്? നാളുണ്ടോ നിങ്ങൾക്ക്? അല്ല, അതിനകത്ത് രേണുസുതിയെ തെറി പറയുന്നു, മറ്റേ ഇവരെ തെറി പറയുന്നു. ആരെയും തെറി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, ആരെയും മോശപ്പെടുത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്നു, ഞാൻ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല എങ്കിലും എന്ന് പറയുന്നു. സോ എന്തായിരുന്നാലും ചിലപ്പോൾ അവർക്ക് ട്രിഗർ ആയിട്ടുണ്ടാവാം, മനുഷ്യനാണ്, സംഭവം ശരിയാണ്. പക്ഷേ എനിക്ക് ആകെ ഇതിനകത്ത് മൊത്തത്തിൽ ഒരു കൺവിൻസ്ഡ് ആവാത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൂട്ടത്തോടു കൂടി തീരുമാനിച്ചൊരു കാര്യം, അതിനകത്ത് രേണുസുതിക്ക് നല്ല പൈസയും കിട്ടിയിട്ടുണ്ടാവും, കൂട്ടത്തോടെ തീരുമാനിച്ചൊരു കാര്യം പബ്ലിക്കിലേക്ക് ആ ഒരു സാധനം നെഗറ്റീവായിട്ട് തന്നെ പോകണം എന്നൊരു തീരുമാനത്തോടു കൂടി നിങ്ങൾ ചെയ്തു. അതിനുശേഷം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയും തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ നെഗറ്റീവ് പറയുന്നതിലൂടെ രേണുസുതിക്ക് പോസിറ്റീവ് കിട്ടി, നിങ്ങൾക്ക് തെറിവിളി കിട്ടി, അത് ഇപ്പം സന്തോഷമായി എന്ന് എനിക്കൊന്നുമേ പുരിയല്ലേ. സോ നമുക്ക് ആ പ്രസ്തുത വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുപോകാം. ഞാൻ ഞെക്കി പിടിക്കുന്ന പിഴിയുന്നു അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ അഭിനയിക്കുക അവസരം വന്ന് അഭിനയിച്ചു. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണ്. ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? അതിനെ നോക്കായിരുന്നു. ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സംഗീതം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. സുധിച്ചേട്ടന്റെ ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു ഓക്കെ, ഞാൻ കണ്ടതിനകത്തൊരു സംഭവമാണ് ഈ ധാർമ്മിക ഉത്തരവാദിത്വം, സുധിച്ചേട്ടൻ്റെ ഭാര്യ. സോ അവർ ട്രിഗർ ചെയ്ത് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്കിത് കണ്ടപ്പോഴേ എനിക്കിത് പ്ലാൻഡ് ആയിട്ട് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ ചോദിക്കുന്നത് എത്രമാത്രം മോശമാണെന്നുള്ള രീതിയിലുള്ള നിങ്ങളെ ചിന്ത പോലെ തന്നെ എൻ്റെയും ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം
ഇത് പ്ലാൻഡ് ആണെന്നുള്ള കാര്യവും ഇതിനകത്ത് നല്ലൊരു എമൗണ്ട് രേണുസുതിക്ക് കിട്ടുമെന്നുള്ള കാര്യവും ഒക്കെ നമുക്കറിയാം. ആക്ച്വലി നമ്മുടെ ഈ മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പം ദാസേട്ടൻ്റെ കഥ ദാസേട്ടൻ പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ മറ്റ് പല മ്യൂസീഷ്യൻസ് അവരുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ പണ്ടത്തെ നടന്മാരിലേക്ക് എത്തുന്ന ഒരു സംഭവം, നടന്മാരായിക്കോട്ടെ കലാകാരന്മാരായിക്കോട്ടെ, കലാമേഖലയിൽ പാഷൻ്റെ പുറകെ നടന്നവർ, സ്പോർട്സിലായിക്കോട്ടെ മറ്റ് വിവിധ രംഗങ്ങളിലായിക്കോട്ടെ, എഴുത്ത്, മറ്റു കവിതകൾ എല്ലാം, അവരെല്ലാവരും ഒരു സ്ട്രഗിളിനെ കുറിച്ചായിരിക്കും പറയുക. ഞാനൊരു അത്രമാത്രം സ്ട്രഗിൾ എടുത്തു, അതിനോടുള്ള താല്പര്യം കൊണ്ട് സ്ട്രഗിൾ എടുത്തു എന്നുള്ള കാര്യം. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിനെ ഡയറക്റ്റ്ലി ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ, അവരെ ഇങ്ങോട്ട് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ, ആ ട്രിഗർ പോയിന്റിലൂടെ സീരിയസ്ലി പെട്ടെന്ന് അവർക്ക് റീച്ചിലേക്ക് എത്താൻ പറ്റും. അതായത് നെഗറ്റീവ് ആക്കിയാൽ മതി, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കൊടുത്തങ്ങ് നെഗറ്റീവ് ആക്കിയാൽ മതി. അവർ നെഗറ്റീവ് കൊടുക്കുന്ന വെച്ചാൽ, ഇപ്പം രേണുസുതി നെഗറ്റീവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു അവരൊരു നെഗറ്റീവ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് സീരിയസ്ലി എനിക്ക് തീരെ ഇഷ്ടപ്പെടാതെ ഇത്രയും നാളത്തെ ഒരു സംഭവത്തിൽ നിന്ന് വിട്ട് അവരിപ്പോൾ ഈ ഒരു ഗ്രൂപ്പായിട്ട് മറ്റുള്ളവരെ സമൂഹത്തിന് മൊത്തത്തിലൊരുമാതിരി മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പരിപാടി ചെയ്തിട്ട് അതിനകത്തൊരു ഇരയാവാൻ വേണ്ടി ശ്രമിക്കുന്നൊരു രേണു, അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഓൺലി ഫോർ മണി ആൻഡ് ഫെയിം. അല്ലാതെ പിന്നെ എന്ത് പറയാൻ പറ്റും? രേണുസുതിക്ക് ഈ ഒരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നിന്ന് പൈസ കിട്ടി, അതോടൊപ്പം തന്നെ ഇതിനെ നെഗറ്റീവ് ആക്കണം എന്നുള്ളൊരു കാര്യത്തിൻ്റെ അകത്ത് അവരും കൂടെ തീരുമാനിച്ചു എന്നുള്ളൊരു കാര്യമാണ് ആരാച്ചാര തന്നെ സ്വയം തലവെട്ടി കൊല്ലുന്നൊരു കാര്യം പോലെ. മനസ്സിലായില്ലേ? അന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് പ്രശസ്തയായ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനമില്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു, സൂചന മരിച്ച സമയത്ത് കാര്യമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനെ ഒരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല, സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി, വേറെ ജോലിക്ക് പോകാൻ അറിയാം. പറയുന്നില്ല. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുതിക്ക് കൊടുത്തിട്ടില്ല. സുതിച്ചേട്ടൻ മരിച്ചുപോയ സുതിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുതിച്ചേട്ടൻ 2 മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരക്കടിക്കാനൊക്കെ അറിയാം, നന്നായിട്ട് മോശം പറഞ്ഞു. വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണ്. ഞാനൊന്നും ആരും അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. കണ്ടോ, ഇപ്പോൾ ആ ശാരിക എന്ന് പറയുന്ന ലേഡി അവരുടെ ചാനലിൽ വന്ന് പറഞ്ഞത് എനിക്കിങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നുള്ള രേണുസുതി ചോദിക്കുന്നുണ്ട്. അവരും പറഞ്ഞ് നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ അവർ തിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ വ്യൂവേഴ്സിനെ നമ്മൾ ചതിക്കാൻ പാടുണ്ടോ? എന്തെല്ലാം തരത്തിൽ എത്രമാത്രം നല്ല തരത്തിൽ ഈ ഒരു വീഡിയോസിനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എത്രയോ ആൾക്കാരങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ഉള്ള എത്രയോ മനീഷ് നാരായണൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ലേ? നമ്മുടെ മറ്റേ പുള്ളിക്കാരത്തിൻ്റെ വർമ്മ, ഫുൾ നെയിം ഓക്കെ, അറിയുന്നൊരു കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു ചേച്ചിയുണ്ട്, പണ്ട് കാലം മുതലേ ഉള്ളൊരു FTQO എന്തൊരു സംഭവം, ചാനലിൻ്റെ പേരിൻ്റെ എനിക്ക് ഓർമ്മയില്ല. അവിടെ ചാനലൊക്കെ റീച്ചേ ഇല്ല, എന്ത് നല്ലൊരു ഇൻ്റർവ്യൂവറാണ്. പിന്നെയുണ്ട് വേറെ കുറച്ച് പേരുണ്ട്. ഓക്കെ, എനിവേ, അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒരു പയ്യനുണ്ട് നല്ല രീതിയിൽ ഈ ഇടയ്ക്ക് മൈത്രേയൻ്റെ അടുത്തൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് വളരെയധികം പേഷ്യൻസോടുകൂടി വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ആ പുള്ളി വളരെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവരാണ്. ഇത് ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവർ കാണിച്ചേക്കുന്നത് രേണുസുതി എന്നുള്ളൊരു വ്യക്തിക്ക് സമൂഹത്തിൻ്റെ അകത്തൊരു നെഗറ്റിവിറ്റി ഉള്ളതിനെ, ആ നെഗറ്റിവിറ്റിയെ ഒരു സാധനം ഇങ്ങനെ കൊടുത്ത് ആ ട്രിഗർ പോയിന്റ്സ്, എന്ന് വെച്ചാൽ രേണുവിനെ നെഗറ്റീവ് പറയുന്നവർ വീണ്ടും നെഗറ്റീവ് പറയണം, രേണുവിനെ അനുകൂലിക്കുന്നവരെ അങ്കലാപ്പിലാക്കണം എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നി. കാരണം ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. രേണു എന്നുള്ള വ്യക്തിക്ക് എൻ്റെ സപ്പോർട്ട് വേണ്ട ജീവിക്കാൻ. പക്ഷേ അങ്ങനെയുള്ളൊരു സ്ത്രീ ഈ ഒരു കൂട്ടായ ഒരു പരിപാടിയോട് നടത്തി ജനങ്ങളോട് അല്ലെങ്കിൽ വ്യൂവേഴ്സിനോട് ഒരു മൂഞ്ചിക്കുന്ന പരിപാടി കാണിക്കുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ലടേ, ഒരിക്കലുമില്ല. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ യൂട്യൂബർ എന്നുള്ള രീതിയിലൊരു പേര് ഇങ്ങനെ ഐഡൻറ്റിറ്റിയൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞ അഭിമാനമാണ്, സന്തോഷമാണ്. അത് ഉണ്ടാക്കി തന്നത് ഈ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഈ കാണുന്ന ഈ കാഴ്ചക്കാരാണ്. ആ കാഴ്ചക്കാരെ പറ്റിക്കുന്നതും കാഴ്ചക്കാരെ കബളിപ്പിക്കുന്നതും ഒരു സ്കാം പോലത്തെ ഒരു പരിപാടി നടത്തുന്നത് ഒരു സ്കാം അല്ലേ, ടൈപ്പ് ഓഫ് സ്കാം അല്ലേ? കാരണം അവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്തിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ അതിനകത്ത് പൈസ നേടുന്നു, ഈ പറയുന്ന പക്ഷക്കാർ. എന്നിട്ട് ജനങ്ങളെ പൊട്ടന്മാരെന്നും വ്യൂവേഴ്സിനെ മണ്ടന്മാരെന്നും ഒക്കെ വിളിക്കുന്നു. അത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എനിക്ക് സമയം പോയി. വിട്ടോ. ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് ഇതിൻ്റെ തുടക്കം മാത്രം. എനിക്കിവരെ ആരെയും തെറി പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ എങ്കിലും പ്രേക്ഷകരെ ഈ തരത്തിലുള്ള പരിപാടി കാണിക്കുന്നതിനോട്, ബിഗ് ബോസിൻ്റെ വിഷയത്തിനകത്താണെങ്കിലും
മറ്റ് പല കാര്യങ്ങളിനകത്ത് മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വ്യക്തികളെ കേന്ദ്രീകരിച്ചായിരുന്നില്ല. ആ ഒരു ഷോ, ആ ഒരു സംഭവം കാണുന്ന വ്യൂവേഴ്സിനെ പറ്റിക്കുന്നു, അവരെ ചതിക്കുന്നു, അവരെ വഞ്ചിക്കുന്നു, ആ ഒരു വിഷയമാണ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഇതിനകത്ത് ഒരേ ഒരു കമൻറ്റ് മാത്രം വായിക്കാം. അഹങ്കാരം ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാണ് എന്ന് തോന്നുന്നു. രേണുസുതി എങ്ങനെ ജീവിക്കണമെന്ന് ഇവരാണോ തീരുമാനിക്കുക? ഇവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. ഹസ്ബൻഡ് മരിച്ചാൽ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കണോ? വളരെ റിയൽ ആയിട്ടുള്ള കമൻറ്റാണ്. പറയാതിരിക്കാൻ വയ്യ. ഇത്രയും തരം താഴ്ന്ന ആങ്കറിനെ ഇപ്പോഴാണ് കാണുന്നത് എന്ന് പറഞ്ഞ് വിധവയായ ഒരു സ്ത്രീയെ സമൂഹ മാധ്യമത്തിൽ ഇത്രയും വ്യക്തിഹത്യ ചെയ്ത അവതാരിക പരസ്യമായി മാപ്പ് ചോദിക്കണം. സോ നിങ്ങളിതെല്ലാ കമൻ്റ് ഇട്ട ആൾക്കാരോട് ഞാൻ പറയാം, ഇതവരുടെ പ്ലാനിങ് ആയിരുന്നു. രേണുവിൻ്റെ പ്ലാനിങ് ആയിരുന്നു, ആ അവതാരികയുടെ പ്ലാനിങ് ആയിരുന്നു, ഇവരുടെ എല്ലാവരുടെയും പ്ലാനിങ് ആയിരുന്നു, ആ ഒരു ചാനലിൻ്റെ പ്ലാനിങ് ആയിരുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്ന് കൂട്ടത്തോടുകൂടി ചെയ്തൊരു പരിപാടിയായിരുന്നു. കണ്ട നിങ്ങളും ഈ സാധാരണക്കാരായ ഒരു സ്ത്രീ അബലയായ വിധവയായി ഒരിടത്ത് ഒതുങ്ങിക്കൂടി ഒരു മൂലയ്ക്കിരിക്കേണ്ട ഭർത്താവ് മരിച്ചതിന് ശേഷം അങ്ങനെ ചിന്തിച്ചവരും വർത്തമാനം പറഞ്ഞവരെയും ആ വികാരത്തിന് ട്രിഗർ ചെയ്തത് അവരുടെ സ്ക്രിപ്റ്റായിരുന്നു. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. സോ നടക്കട്ടെ രേണു, നടക്കട്ടെ. ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ, ഇങ്ങനെയൊക്കെ തന്നെ വേണം. ഓക്കെ, വളരൂ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഗൈസ്, ബൈ.